ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമുക്ക് മാത്രമാണ് ഇന്ന് ട്രേഡിംഗ് ഉള്ള ഇന്ത്യൻ മാർക്കറ്റുകൾ മാത്രമാണ് 2 മണിക്കൂറിന് ഓപ്പൺ ആവുന്നത്. NSEയുടെയും BSEയുടെയും ഡിസാസ്റ്റർ സൈറ്റിൽ നിന്നുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. വളരെ ലിമിറ്റഡ് ആക്ടിവിറ്റിയാണ് മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ പൊസിഷൻ ക്രിയേഷനൊന്നും ഇന്നത്തെ മാർക്കറ്റിൽ വേണ്ട. നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ S&P 500 നാസ്ഡാക്ക് ഒക്കെ പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ NVIDIA ഇന്നലെ റെക്കോർഡ് ഹൈ ക്ലോസിംഗ് ആണ്. മെറ്റാ പ്ലാറ്റ്ഫോം റെക്കോർഡ് ഹൈ ക്ലോസിംഗ് ആണ്. AMD ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ഇന്നലെ റെക്കോർഡ് ഹൈ ക്ലോസിംഗ് ആണ് അമേരിക്കയിൽ. ചിപ്പ് റിലേറ്റഡ് റാലി തന്നെയാണ് എഗെയിൻ അമേരിക്കയിൽ കാണുന്നത്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപ്പ് $2 ട്രില്യൺ മേലെയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ ന്യൂസ് ഫ്ലോസ് ആണ് ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഏഷ്യൻ മാർക്കറ്റും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ ജാപ്പനീസ് നിക്കായ് 225 ഇൻഡെക്സ് 40,000 ലെവൽ ഹിറ്റ് ചെയ്തിരുന്നു. ആദ്യമായിട്ടാണ് ജാപ്പനീസ് നിക്കായ് 225 40,000 ഹിറ്റ് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഗ്ലോബലി എല്ലാവർക്കും ഉള്ളത്. നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ളൊരു ഇൻഡിക്കേഷൻ നൽകിയിരുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളും നല്ല റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മുടെ GDP ഡാറ്റ വന്നതിന് ശേഷമുള്ള ഒരു ജൂബിലൻ മൂഡാണ് മാർക്കറ്റിൽ കണ്ടത്. ആ ഒരു അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഷോർട്ട് എൻഡ് സെഷനിലും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്നലെ റാലി ചെയ്തിട്ടുള്ള കമ്മോഡിറ്റി ഗോൾഡാണ്. $291.4 പെർ ഔൺസിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് $40 മേലെയാണ് മിനിഞ്ഞാന്നത്തെ ക്ലോസിംഗ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ. ഗോൾഡ് അടുത്ത ദിവസങ്ങളിൽ മുന്നേറാൻ ചാൻസസ് തന്നെയാണ് കാണുന്നത്. $2,152.4 പെർ ഔൺസ് ആണ് ഓൾ ടൈം ഹൈ. ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് അടുത്ത 2-3 മാസത്തിനുള്ളിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലും $83.46 പെർ ബാരലിനാണ് ക്ലോസ് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഡാറ്റ ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. നമ്മുടെ GST കളക്ഷൻ ഫെബ്രുവരി 1.68 ലക്ഷം കോടിയാണ്. ഇയർ ടു ഇയർ ബെറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫെബ്രുവരി മാനുഫാക്ചറിങ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് വന്നിരുന്നു 56.9 ആണ്. 5 മന്ത്സ് ഹൈ ആണ് വന്നിരിക്കുന്നത്. ഇതും പോസിറ്റീവാണ്. ഒപ്പം ഗവൺമെൻറ് പല ബിഡിങ്ങിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോലൈസർ ബിഡിങ്ങിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. റിലയൻസ്, അഡാനി ഗ്രൂപ്പ്, L&T ഈ കമ്പനികൾക്കാണ് മേജറായിട്ട് ഹൈഡ്രജൻ ഇലക്ട്രോലൈസർ ഓർഡേഴ്സൊക്കെ കിട്ടിയിരിക്കുന്നതിൻ്റെ ഇൻസെൻറ്റീവും കിട്ടും. ഒപ്പം മറ്റ് 5 കമ്പനികളും കൂടിയുണ്ട്. ലിസ്റ്റഡ് സ്പേസിലുള്ള കമ്പനികളല്ല, അൺലിസ്റ്റഡ് സ്പേസിലുള്ള കമ്പനികളാണ്. അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വീണ്ടും 39,125 കോടി രൂപയുടെ ഓർഡർ നൽകിയിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 5,249 കോടിയുടെ ഓർഡറാണ്. MiG-29 എഞ്ചിൻ ഉണ്ടാക്കാനാണ്. അതുപോലെ തന്നെ L&Tക്ക് ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റിന് വേണ്ടിയാണ് 7,669 കോടി രൂപയുടെ ഓർഡറാണ്. വീണ്ടും L&Tക്ക് തന്നെയാണ്. ഹൈ പവർ ഗ്രനേഡ്സൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതിന് 5,700 കോടി രൂപയുടെ ഓർഡറാണ്. ഒപ്പം ബ്രഹ്മോസ് ബ്രഹ്മോസ് എയറോസ്പേസിൽ നിന്നാണ് 19,519 കോടി രൂപ ഓർഡർ. അതുപോലെ തന്നെ ഷിപ്പിൽ ഘടിപ്പിക്കാവുന്ന ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റം 988 കോടി. അങ്ങനെ 39,125 കോടി രൂപ ഓർഡറാണ് വന്നിരിക്കുന്നത്. L&Tനെ സംബന്ധിച്ചും HALനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അതുപോലെ തന്നെ ടോറൻറ്റ് പവറിന് 440 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 4,287 മെഗാവാട്ടാണ് ടോറൻറ്റ് പവറിൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റി വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്യാസ് ബേസ്ഡാണ് 2,730 മെഗാവാട്ട്. 1,195 മെഗാവാട്ട് റിന്യൂവബിൾ എനർജിയാണ്. കോൾ ബേസ്ഡ് 362 മെഗാവാട്ടാണ്. തീർച്ചയായിട്ടും ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഗ്യാസ് ബേസ്ഡ് പ്ലാന്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാനാണ്. അതായത് നമ്മൾ പൊതുവെ ഷോർട്ടേജ് വരികയാണെങ്കിൽ മാർച്ച് തൊട്ട് ജൂൺ വരെയുള്ള കാലയളവിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ടാണ്. ടോറൻറ്റ് പവറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇൻഷുറൻസ് കമ്പനികളുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് ഡാറ്റ IRD അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെറ്റർ ക്ലെയിം സെറ്റിൽമെൻറ്റ് നിൽക്കുന്നത് മാക്സ് ലൈഫാണ്. സെക്കൻഡ് വന്നിരിക്കുന്ന HDFC ലൈഫാണ്. നമ്പർ ഓഫ് കേസസ് വെച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ തേർഡ് വന്നിരിക്കുന്ന ഏജിയോൺ ആണ്. ഫസ്റ്റ് 3
3 ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ എമൗണ്ട് സെറ്റ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏജിയോനും അവീവ ഭാരതി ആക്സിയോ ഒക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ മാക്സ് ലൈഫിന് HDFC ലൈഫിനൊക്കെ ഇത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. ഒപ്പം മറ്റു പല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. സ്നൈഡർ ഇലക്ട്രിക്കൽസ് ഇന്ത്യയിൽ വലിയ രീതിയിൽ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുകയാണ്. 3200 കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. ടാറ്റ മോട്ടോഴ്സ്, TVS മോട്ടോഴ്സ്, ഹീറോ മോട്ടോകോപ്പ്, ബജാജ് ഓട്ടോ ഇവരൊക്കെ സെയിൽസ് ഫിഗേഴ്സ് കഴിഞ്ഞ മാസത്തെ ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗേഴ്സ് അതുപോലെ മാരുതിയിലൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്തേക്കാം. അതുപോലെ തന്നെ SBI ജനറേറ്റീവ് AI റിലേറ്റഡ് ആയിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അത് SBIനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. JSW സ്റ്റീലും ഇറ്റാലിയൻ ഗവൺമെൻറ്റായിട്ട് ഇറ്റലിയിലെ ഒരു സ്റ്റീൽ പ്ലാന്റിന് വേണ്ടിയുള്ള ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. JSW സ്റ്റീൽ ഇറ്റലിയിലെ പ്ലാന്റ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വെൽസ്പൻ കോർപ്പിൻ്റെ സബ്സിഡിയറി മധ്യപ്രദേശിലൊരു പ്ലാന്റ് തുടങ്ങിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് പൈപ്പുകളും വാട്ടർ സ്റ്റോറേജ് ടാങ്കുകളൊക്കെ ഉണ്ടാക്കാനാണ്. പൊതുവെ ഇത്തരത്തിലുള്ള ന്യൂസുകളാണെന്ന് മാർക്കറ്റിലുള്ളത്. ഈ ലിമിറ്റഡ് അവേഴ്സ് ട്രേഡിംഗ് ഉള്ള കാരണം വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വലിയ രീതിയിലുള്ള ഒരു വൊളാറ്റിലിറ്റി ഒന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ലെസ് ആക്ടിവിറ്റീസ് ആയിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.